നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമുക്ക് എല്ലാവർക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നമുക്ക് ലഭിക്കണം അല്ലെ എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. എന്റെ വിജയരഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും: എന്റെ സോൾ പവർ ഹയർ ആയതുകൊണ്ടാണ്. കാരണം ഓരോ വ്യക്തികളും ഈ ഭൂമിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ജന്മമെടുത്ത് ഇവിടേക്ക് വരുന്നത് ഓരോ സോൾ പർപ്പസ് ഉണ്ട് അല്ലേ. അപ്പം അവരവരുടെ സോൾ പർപ്പസ് എന്താന്ന് മനസ്സിലാക്കി അത് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സോൾ പവർ ഹയർ ആക്കുന്നതിലായിരിക്കണം. എന്നാൽ ഈ സോൾ പവർ എങ്ങനെ നമുക്ക് ഹയർ ആയോ ഇല്ലയോ എന്ന് മനസ്സിലാവുന്നത്? ഇനി അല്ലെങ്കിൽ സോൾ പവർ നമുക്ക് എങ്ങനെ ഹയർ ആക്കാൻ സാധിക്കുന്നത്? സോൾ പവർ നമുക്ക് ഹയർ ആക്കാൻ സാധിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഇന്നർ വർക്കിലൂടെയും, രണ്ട് സ്പിരിച്വൽ വേയിലൂടെയും. ഈ ഇന്നർ വർക്കും സ്പിരിച്വൽ വേയുമാണ് നമ്മൾ നമ്മുടെ സെക്ഷൻസിലൂടെ കൊടുക്കുന്നത്. നമ്മുടെ സോൾ പവർ എങ്ങനെ ഹയർ ആക്കേണ്ടത് എന്നുള്ള ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെക്ഷൻസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇന്നർ വർക്ക്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ സ്പിരിച്വൽ ചെയ്യുന്നത്. ഓക്കെ, രണ്ട്, ഇനി നമുക്ക് നമ്മുടെ സോൾ പവർ ഹയർ ആയോ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത്? അതിന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്, നമ്മുടെ സോൾ പവർ ഹയർ ആവുമ്പോൾ നമ്മൾ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, എനർജറ്റിക്കലി, സ്പിരിച്വലി, ആത്മീയമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മൾ ഇപ്പൊ നിൽക്കുന്നതിൽ നിന്നും നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ടാവും. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സോൾ പവർ ഹയർ ആയിരുന്നു. നമ്മുടെ സോൾ പവർ ഹയർ ആവുമ്പം ഈ പറഞ്ഞൊരു 6 സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ 6 സ്റ്റെപ്പിൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ സോൾ പവർ ഹയർ ആയോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി സോൾ പവർ നമുക്ക് ഇപ്പൊ നമ്മുടെ സോൾ പവർ ഹയർ ആയി, നമുക്ക് അവിടെ കൊണ്ട് നമ്മുടെ ഇന്നർ വർക്കും സ്പിരിച്വൽ വേയും ഒക്കെ നമുക്ക് സ്റ്റോപ്പ് ആക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മൾ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു അത്രയും നാൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ സെക്കൻഡും നമ്മുടെ സോൾ പവർ ഹയർ ആവുന്നതിലായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഞാനിപ്പോ ഒരു 6 സ്റ്റെപ്പ് പറഞ്ഞല്ലോ, സാമ്പത്തികം, ആത്മീയം, ഊർജപരമായിട്ട്, അതുപോലെ നമ്മുടെ ഇമോഷണലി, നമ്മുടെ മെന്റലി, ഫിസിക്കലി, ഈ ഒരു എല്ലാ ഏരിയയിലും നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് നമ്മുടെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ എത്തും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സോൾ പവർ ഹയർ ആയിരുന്നു. മനസ്സിലായോ? അപ്പം നമ്മുടെ മാനിഫെസ്റ്റേഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ സോൾ പവർ ഹയർ ആവണം. സോൾ പവർ ഹയർ ആവണമെങ്കിൽ നമ്മുടെ ഇന്നർ വർക്കും സ്പിരിച്വൽ വേയും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇന്നർ വർക്ക് സോൾ പവർ ഹയർ ആക്കുന്നത്. ദെൻ സോൾ പവർ ഹയർ ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ 6 സ്റ്റെപ്പിലൂടെ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് സോൾ പവർ ഹയർ ആയോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്ക് യു സോ മച്ച്.